പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയുടെ 3-ാം മാസ ചടങ്ങിന് നവ്യ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇക്കാര്യത്തെക്കുറിച്ച് മുത്തശ്ശൻ അറിയുകയും ഇവള് എന്തൊരു അഹങ്കാരിയാണ്, ഇത്രയൊക്കെ അറിഞ്ഞിട്ടും സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും അബി എന്തോ പറഞ്ഞിട്ട് അവളെ മയക്കി വെച്ചേക്കുവാണ്, എന്തൊക്കെയോ പറഞ്ഞ് വിശ്വസിച്ചിരിക്കുകയാണ്, അല്ലാതെ ഒരു ഭാര്യയും ഭർത്താവിന് മറ്റൊരു കുഞ്ഞുണ്ട് എന്ന് അറിഞ്ഞാൽ അടങ്ങിയിരിക്കത്തില്ല എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ എല്ലാവരും ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ദേവയാനി നവ്യയോട് ചോദിക്കുന്നുണ്ട്, ഏതായാലും വല്ലാത്തൊരു ചേച്ചി തന്നെയാണ്, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിട്ടും നീ പോവാതെ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ചങ്കുറപ്പ് തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, എന്ത് ചങ്കുറപ്പ്, എന്നെ എൻ്റെ കുടുംബത്തെയും ഓരോന്ന് പറഞ്ഞ് ഇല്ലാതാക്കുവാനും പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞാണ് ചന്തുമോൾ എന്നൊക്കെ കള്ളത്തരം പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാനും എൻ്റെ അമ്മ വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ അമ്മയുടെയും എൻ്റെ അച്ഛൻ്റെയും മകളാണ് ഞാൻ എന്നുള്ളത് വരെ എനിക്ക് സംശയമാണ്. ഇരിക്കെ ഞാൻ അങ്ങോട്ട് പോവുകയാണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരോട് കൂടുതൽ സംസാരിച്ച് തർക്കിക്കുകയാണ്. ആ ഒരു സമയത്താണ് ജലജ വരുന്നത്. അപ്പോൾ ജലജ നവ്യയ്ക്ക് സപ്പോർട്ടായിട്ട് ഓരോന്നും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, ജലജ നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട, സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഇവൾ വിശ്വസിക്കാത്തതിൻ്റെ മേലാണ് നീ അഹങ്കരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ കൂടുതൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ എന്താവും അവസ്ഥ എന്നുള്ളത് നിനക്കറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഭർത്താവിനെയും എൻ്റെ ഭർത്താവിൻ്റെ അമ്മയെയും ഞാൻ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പിന്നീട് ജലജയോട് പറയുന്നുണ്ട്, നിൻ്റെ മരുമകൾ ഇനി എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല എന്നുള്ള ധാരണ നിനക്കുണ്ടെങ്കിൽ അത് നീ തിരുത്തിക്കോ. കാരണം ചന്തുമോൾ അബിയുടെ കുഞ്ഞാണ് എന്നുള്ളതിന് എല്ലാ തെളിവുകളും രേഖാമൂലം ഞങ്ങളുടെ അടുത്തുണ്ട് എന്നുള്ളത് നിനക്കറിയാലോ. അതുകൊണ്ട് അവൾ എന്ത് വിശ്വസിച്ചോ വിശ്വസിക്കാതിരിക്കുകയോ ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ ആ തെളിവ് കാണിച്ചാൽ അവൾ ഒരിക്കലും വിശ്വസിക്കാതിരിക്കില്ല, നിങ്ങളെ തള്ളി പറയുകയും അബിയെ വേണമെങ്കിൽ കൊല്ലുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി ജലജയെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ജലജ അതിലാകെ ഷോക്കായിട്ട് നിൽക്കുന്നുമുണ്ട്. അങ്ങനെ പിന്നീട് ഇക്കാര്യത്തെക്കുറിച്ചും നവ്യയുടെ അഹങ്കാരത്തെക്കുറിച്ചൊക്കെ മുത്തശ്ശൻ അറിയുകയും ഈ വിഷു പ്രമാണിച്ച് അവർക്കെതിരായിട്ട് ഓരോ കാര്യങ്ങളും ജ്വല്ലറിയിൽ ഇവരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞ സ്ഥിതിക്ക് അതൊക്കെ പൊളിക്കണമെങ്കിൽ നവ്യയുടെ ചിറക് ഒടിച്ചേ പറ്റുകയുള്ളൂ. അതിന് അഭിയുടെ കുഞ്ഞാണ് ചന്തുമോണ് എന്നുള്ളത് നമ്മുടെ നവ്യ അറിഞ്ഞേ പറ്റുകയുള്ളൂ. അത് ഞാൻ തന്നെ പറഞ്ഞാലേ കാര്യമുള്ളൂ, അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞാൽ അവൾ വിശ്വസിക്കത്തില്ല. അപ്പോൾ ഞാൻ തന്നെ പറയുന്നുണ്ടെങ്കിൽ അത് എല്ലാ തെളിവുകളും പ്രൂഫുകളും കാണിച്ചിട്ടേ പറയുകയുള്ളൂ, അവളുടെ ഒരു ചിറക് ഒടിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ ചിന്തിച്ച് മുത്തശ്ശൻ നവ്യയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ നവ്യയോട് ചെന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, മുത്തശ്ശൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, എനിക്കിപ്പോൾ ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല, പിന്നെ ഇനി എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ മുത്തശ്ശനെ പറഞ്ഞയച്ചിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്നെ ചോദ്യം ചെയ്യാൻ നീ ആയിട്ടില്ല, വളർന്നിട്ടുമില്ല, പിന്നെ നീ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞാനും കൂടെ അനുവദിച്ചിട്ടാണല്ലോ, പിന്നെ ആ ഒരു അവസ്ഥ കൂടി നീ ഇല്ലാതാക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും പേടിയില്ല മുത്തശ്ശ, ഇപ്പോൾ എങ്ങനെയും ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റിയും വരുമാനവും എനിക്കുണ്ട്, അതിനെക്കൊണ്ട് ആരെ ഇറക്കി വിട്ടാലും എനിക്കൊരു പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ച് വെല്ലുവിളിക്കുകയാണ് നവ്യ. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ എന്ത് കണ്ടിട്ടാണ് വെല്ലുവിളിക്കുന്നത്, ആരെ വിശ്വസിച്ചിട്ടാണ് നീ നടക്കുന്നത്, നിന്റെ ഭർത്താവിനെ വിശ്വസിച്ചിട്ടാണോ, നീ വലിയ തെളിവുകളൊക്കെ കാണിച്ചിട്ടും ഇത്രയും വിശ്വസിക്കാതെ അവനെ വിശ്വസിച്ച് നടക്കുകയാണ്, അവൻ്റെ നാടകം കണ്ട് നടക്കുകയാണല്ലോ, നീ എന്തൊരു വിഡ്ഢിയാണ്, എന്നിട്ട് നിന്റെ ചുറ്റുമുള്ള നന്മയുള്ള ആളുകളെ നീ വെറുക്കുകയും ചെയ്യുകയാണല്ലോ നവ്യെ, നീ എന്തൊരു പൊട്ടത്തിയാണ് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, പിന്നെ എല്ലാവരും നുണ പറയുന്ന നുണക്കഥകളും വിശ്വസിച്ച് നാം നടക്കുകയാണോ, എൻ്റെ ജീവിതം ഇല്ലാതാക്കുകയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ തർക്കിക്കുന്ന സമയത്ത് മുത്തശ്ശൻ ആ പേപ്പർ DNA ടെസ്റ്റിൻ്റെ ആ ഒരു റിസൾട്ട് നവ്യയുടെ കൈകളിലേക്ക് നീട്ടിയിട്ട്, ഇനി ഈ രേഖ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് നീ ആരെ വിശ്വസിക്കണം ആരെ ചതിക്കണം എന്നൊക്കെ നീ തീരുമാനിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൈകളിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് നവ്യ ആ ഒരു റിസൾട്ട് വായിച്ച് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ എന്തായാലും ഈ ഒരു റിസൾട്ട് കണ്ടാൽ നിൻ്റെ ഭർത്താവിനെ വിശ്വസിക്കാതിരിക്കുകയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇതാണ് സത്യം, ഇത് മാത്രമാണ് സത്യം, നീ വിശ്വസിച്ചതൊന്നും സത്യമല്ല, അത് വെറും നാടകം മാത്രമാണ്, ഇവിടെ നീ അറിയാതെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, അതിൻ്റെ പിന്നാലെ ഞാനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഏതായാലും നീ വിഡ്ഢിയാവാതിരുന്നാൽ നിനക്ക് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് നവ്യ ആകെ ഷോക്കായിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം അബിയുടെ DNA ടെസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഡേവിഡ് സാറെ ഏൽപ്പിക്കുകയും പക്ഷെ അവരെ എന്തുകൊണ്ട് കള്ളത്തരത്തിൽ ഒരു DNA ടെസ്റ്റ് എനിക്ക് ഉണ്ടാക്കി തന്നു, ഇനി ഇതാണോ കള്ളത്തരം അതാണോ കള്ളത്തരം, എനിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെയാണല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടി കരയുകയാണ് നവ്യ.